നമസ്കാരം, ഞാൻ ഡോക്ടർ അംബ്ലി, Q1B ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് അവർക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവരോട് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് ഒന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഈ സമയത്ത് അവർ കൊണ്ടുവരുന്ന റിസൾട്ടിൽ HB കൗണ്ട്, ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ RBC, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഉണ്ടായിരിക്കും, WBCയുടെ ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് തുടങ്ങി ഒട്ടനവധി രക്തകോശങ്ങളുടെയും കണക്കുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരോട് ESR ചെക്ക് ചെയ്യാനായിട്ടും പറയാറുണ്ട്. എന്താണ് ESR എന്നും എന്തൊക്കെയാണ് ESR നമ്മുടെ രക്തത്തിൽ കൂടാനുള്ള കാരണങ്ങളുമെന്നും നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ESR എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള RBCയുടെ ആ ഒരു അളവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലാബിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന്, അതായത് സാധാരണയുള്ള ഒരു ചെറിയ ലാബിൽ പോലും നമുക്ക് ESR ചെക്ക് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇങ്ങനെ ESR നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള കാരണമെന്ന് നോക്കാം. ESR കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ പറയും, ഡോക്ടറെ എനിക്ക് രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന്. എന്താണ് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നു, രക്തത്തിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ശരീരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ESR കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലാബിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡ് എടുക്കുകയും അതൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയ ശേഷം അവരൊന്ന് മാറ്റി വയ്ക്കും. ഈ മാറ്റി വയ്ക്കുന്ന സമയം, അതായത് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് മാറ്റി വയ്ക്കും. ഈ മാറ്റി വയ്ക്കുന്ന സമയത്ത് അവർക്ക് അതിൽ കാണാൻ പറ്റും, മുകൾ ഭാഗത്ത് പ്ലാസ്മയും താഴെ ഭാഗത്ത് ഈ RBCയും നമ്മൾ സെഡിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ കാണാൻ പറ്റും. അത് അടിഞ്ഞുകൂടുന്നത്. ഈ അടിഞ്ഞുകൂടുന്ന RBCയുടെ വേഗതയെ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ESR കണക്കാക്കുന്നത്. നോർമലി നമ്മൾ ESR കണക്കാക്കുന്നത് 20 mm/h കുറവായിട്ടാണ്. അതായത് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ആ നീളം, RBCയുടെ നീളം കണക്കാക്കിയിട്ട് അത് മണിക്കൂറിൽ എത്ര വേഗം കൊണ്ട് താഴേക്ക് അടിഞ്ഞു കൂടുന്നു എന്നാണ് നമ്മൾ ESR കൊണ്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ESR കൂടാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണ്, ഒരു നീർക്കെട്ട് വരുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഈ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയും അതോടൊപ്പം തന്നെ അവരോട് നമ്മൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ESR കൂടുതലാണെന്ന് പറയുകയും മറ്റ് കണ്ടീഷൻസൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ തരികയും ചെയ്യും. ഈ മെഡിസിൻ എടുക്കുന്നതിനനുസരിച്ച് ESR ലെവലൊന്ന് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. നോർമൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ESR ഒരു പക്ഷേ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 30 mm/h ആവാം, 50 ആവാം, അല്ലെങ്കിൽ 75, 100 തുടങ്ങിയ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് ESR വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾ ഡോക്ടേഴ്സിനെ ചെന്ന് കാണിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങൾക്ക് പല ഇൻഫെക്ഷൻസും കൊണ്ടുവരാവുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ SLE പോലുള്ള കണ്ടീഷൻസൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ESR കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് കുടലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വരികയാണെങ്കിൽ കൂടിയും ESR കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ആവാം, അല്ലെങ്കിൽ ഫംഗലോ വൈറൽ ഇൻഫെക്ഷൻസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞ പോലെ തന്നെ പനിയോ ജലദോഷമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ HB ചെക്ക് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ ടോട്ടൽ ബ്ലഡ് കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം ESR ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ആ അസുഖത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്, ശരീരത്തിൽ എത്രമാത്രം അത് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ESR ഒരു കൺഫർമേറ്ററി ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. കൺഫർമേറ്ററി എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരു വില നമ്മൾ അത്രത്തോളം, നമ്മളിപ്പോൾ CRP ടെസ്റ്റ് എന്ന് നമ്മൾ പറയും, മറ്റൊരു ടെസ്റ്റാണ് C റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു കൺഫർമേറ്ററി, നമ്മൾ ഒരു ഉറച്ച എന്താ പറയുക, ഇത് ആ അസുഖം തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ C റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ESRന് നമ്മൾ അത്രയും വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് ESR കൂടാനുള്ള സാഹചര്യമുണ്ട്.
അതുകൊണ്ട് തന്നെ ESR കൂടി എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. ESRനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ESR ലെവൽ എപ്പോൾ ചെക്ക് ചെയ്താലും നിങ്ങളുടെ ESR ലെവൽ നോർമൽ ലെവലിൽ നിന്ന് കുറച്ചുകൂടി അധികമാണ്. അതായത് ഒരു 30-40 ലെവലിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ESR ലെവൽ കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പലരും ആൻറ്റിബയോട്ടിക്സുകൾ അതേപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികളൊക്കെ എടുത്ത് ഒരുപാട് കഴിക്കും. ഇത് മറ്റ് പല അസുഖങ്ങൾക്കും അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാരണം പറയുന്നത് നമ്മൾ ഇൻഫ്ലമേഷൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകൾ വരികയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ഡീജനറേറ്റീവ് ആയിട്ട് വരുന്ന അസുഖങ്ങളാണ് നമുക്ക് മുട്ടു തേയ്മാനം അതേപോലെ തന്നെ കാലിൽ നീരിറക്കമൊക്കെ വരുന്നത്, കൈകാലുകളിലൊക്കെ OA RA ഒക്കെ വരുന്നത് നമ്മളിപ്പം നിത്യസാധാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ കണ്ടീഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ESR ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതായത് ഒരു 30-ൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ESR കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടാവുന്നതാണ്. ഇനി ഇത്തരം വാദസംബന്ധം നമ്മൾ മുന്നേ പറഞ്ഞ C-റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റൊക്കെ നമ്മൾ RAയുടെ കണ്ടീഷനിൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ESR ലെവൽ നിങ്ങൾക്ക് RA വന്നാലും OA വന്നാലും അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീജനറേറ്റീവ് കണ്ടീഷൻസിലും കൂടാവുന്നതാണ്. ഇനി ശരീരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ CA പോലുള്ള കണ്ടീഷൻസ്, ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിലപ്പം ESR കൂടാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ESR എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു തോത് കണക്കാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് നമ്മളത് കണക്കാക്കപ്പെടുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നതാണെങ്കിൽ നമുക്ക് ഈ അസുഖം കൂടാനുള്ള സാഹചര്യവും അധികമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ESR കൂടുതലായിട്ടുണ്ടെന്ന് കണ്ടാൽ അതിനെ അവഗണിക്കാതെ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കും. അതായത് മെഡിസിൻസ് കഴിക്കുകയോ ഡയറ്റിൽ ഉൾപ്പെടുത്തുക, എക്സസൈസ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും അങ്ങനെ നമുക്ക് ESR കുറച്ച് കൊണ്ടുവരാവുന്നതുമാണ്. ഇനി ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ESR കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലിവറിന് ഉള്ള മെഡിസിൻസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരിപ്പോൾ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ESR ലെവൽ കുറയാതെ അതേ ഒരു തോതിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാരണമെന്ന് നമ്മൾ പറയുന്നത് SLA ആണ്. SLA ഉള്ള കണ്ടീഷൻസിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ESR കൂടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് പറയുന്നത് ജോഗ്രൻ സെൻ്ററാണ്. അതായത് നമ്മുടെ കണ്ണിലും വായിലും ഒക്കെ ഡ്രൈനസ് വരുന്ന അവസ്ഥയാണ്. മറ്റൊന്ന് വിരശല്യമാണ്. അങ്ങനത്തെ നമ്മുടെ ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നമ്മളുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ESR കൂടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 40-ൽ നിന്നൊക്കെ കുറവായിട്ട് നമുക്ക് ESR മാറുന്നേ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 50 മുകളിൽ പോവുകയാണ് അല്ലെങ്കിൽ 70-80 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ട് ഈ കാര്യം ബോധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് എടുക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ESR കുറച്ച് കൊണ്ടുവരാനായിട്ടും സാധിക്കും. ഭക്ഷണത്തിലൂടെ നമുക്ക് ESR എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ 1 കിലോഗ്രാമിന് 30 ml എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എപ്പോഴും കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു ഹറിബറി ബിസി ലൈഫിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ പോലും നമുക്കിപ്പോൾ ടൈമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ആരോഗ്യമുള്ള ഒരാൾ ഡെയിലി ഒരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിനെ സമീപിച്ചതിന് ശേഷം എത്ര വെള്ളം കുടിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാരണം നമ്മുടെ ഭക്ഷണത്തിലുണ്ടാവുന്ന വിഷാംശങ്ങൾ, അതിപ്പോൾ ഒരുപാട് കെമിക്കൽസ് ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിനെയൊക്കെ നിർവീര്യമാക്കാൻ പാകത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അതായത് ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിലുണ്ടാകുന്ന ഈ കീടനാശിനികളെ അതുപോലെ തന്നെ രോഗാണുക്കളെയൊക്കെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട്
തന്നെ ഇതിന് ആൻറ്റി ഓക്സിഡൻസ് ഇവരെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. മഞ്ഞൾ, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഫോറിൻ, അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ്. തീരെ കഴിക്കേണ്ടെന്ന് പറയുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചീര, മുരിങ്ങയില, മത്തയില, കുമ്പളങ്ങയില എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഇലകൾ നമ്മളുടെ ചുറ്റുപാട് ലഭ്യമാണ്. ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നട്ട്സ്, നമുക്ക് വാൾനട്ട്സ്, ചിയ സീഡ്സ്, അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ബദാം തുടങ്ങിയൊക്കെ നമ്മൾക്ക് ഇപ്പോൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ നമ്മളുടെ ഡെയിലി ഒരു 5 എണ്ണം വീതമെങ്കിലും നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആനിമൽ പ്രോട്ടീൻസ് എടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ, ഡെയിലി നിങ്ങൾ ആനിമൽ പ്രോട്ടീൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് മീറ്റ് അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ തുളസി, തിപ്പലി തുടങ്ങിയിട്ടുള്ള തേന് തുടങ്ങിയൊക്കെ നിങ്ങൾ ഒരു നേരമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഓവർ വണ്ണമുള്ള ആൾക്കാരിലൊക്കെ നമ്മൾ ചിലപ്പം ESR കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ തടി ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഒരു 7 മുതൽ 8% വരെ നിങ്ങളുടെ തടിയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് വഴി 20% നമ്മളുടെ ESR ഒന്ന് ലെവൽ താഴേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ചെറിയ മീനുകൾ, അപ്പോൾ നത്തോലി, ചൂര, അതേപോലെ തന്നെ ചെറിയ മീനുകളായുള്ള മത്തി, അയല ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം, നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നെല്ലിക്ക നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഡെയിലി ഒരു നെല്ലിക്കയെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഒരു നേരം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാനുള്ളത് നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് എഴുന്നേൽക്കുക. അതായത് സ്ട്രെസ് ഫ്രീ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരികെ വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾ വ്യായാമം ചെയ്യാനായിട്ട് ശീലിക്കേണ്ടതാണ്. ഒരു 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യവും അതേപോലെ തന്നെ നിങ്ങളുടെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ESR റേറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. നന്ദി.